എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിന് താൽക്കാലിക പരിഹാരം. ജനാഭിമുഖ കുർബാനയ്ക്ക് അനുമതി നൽകിക്കൊണ്ട് അതിരൂപത സർക്കുലർ പുറത്തിറക്കി. ജൂലൈ 3-ന് ദുഃഖ്രാന തിരുനാൾ മുതൽ ഞായറാഴ്ച ഒരു കുർബാന ഏകീകൃത രീതിയിൽ അർപ്പിക്കണമെന്നും സർക്കുലറിൽ പറയുന്നു. വർഷങ്ങൾ നീണ്ട കുർബാന തർക്കം സമവായത്തിലേക്ക്. തർക്കത്തിന് താൽക്കാലിക പരിഹാരവുമായി എറണാകുളം അങ്കമാലി അതിരൂപത രംഗത്തെത്തി. ഇതിന്റെ ഭാഗമായി ജനാഭിമുഖ കുർബാനയ്ക്ക് അനുമതി നൽകിക്കൊണ്ട് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടിയുള്ള മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി ജോസഫ് പാംബ്ലാനിയും ഒപ്പിട്ട സർക്കുലർ പുറത്തിറക്കി. അതിരൂപതയിൽ നിലവിൽ സിനഡ് കുർബാന മാത്രം നടക്കുന്ന ദേവാലയങ്ങളിലും ഞായറാഴ്ച ഒരു ജനാഭിമുഖ കുർബാന നടക്കും. അതിരൂപതയിലെ മറ്റ് ദേവാലയങ്ങളിൽ എല്ലാ ഞായറാഴ്ചകളിലും പ്രത്യേക തിരുനാൾ ദിവസങ്ങളിലും ഒരു കുർബാന ഏകീകൃത രീതിയിൽ അർപ്പിക്കണമെന്ന് സർക്കുലർ വ്യക്തമാക്കുന്നുണ്ട്. ജൂലൈ 3-ന് ദുഃഖ്രാന തിരുനാൾ മുതലാണ് ഈ നിർദ്ദേശം നടപ്പിലാക്കേണ്ടത്. കൂരിയ അംഗങ്ങൾക്ക് വ്യാഴാഴ്ച മുതൽ പുതിയ ചുമതലകൾ നൽകിയിട്ടുണ്ട്. അച്ചടക്ക നടപടിക്ക് വിധേയരായ വൈദികർക്ക് ഇത് ആശ്വാസമാകും. ഇവർക്കെതിരായ നടപടികൾ അവസാനിപ്പിച്ചേക്കുമെന്നും സൂചനയുണ്ട്. നിലവിലെ അഡ്മിനിസ്ട്രേറ്റർമാരെയും പിരിച്ചുവിട്ടേക്കും. അതിരൂപതയുടെ പുതിയ നടപടി സംഘർഷാവസ്ഥ ലഘൂകരിക്കാൻ സഹായിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ജനം, കൊച്ചി.